കഴിച്ചത്. ഇപ്പോൾ സമയം ഒരു 3:32. ഇത് മുളകിട്ട് വെച്ച മീൻ കറി, കുഴിയാള മീനാണെന്ന് തോന്നുന്നു. ഇത് സാമ്പാർ, ഇത് അവിയൽ നല്ല മണം വരുന്നുണ്ട്. സാധാരണ എനിക്ക് അത്ര അവിയൽ ഇഷ്ടമല്ല, നല്ല ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ കഴിക്കും. ഇത് പൊരിച്ച മീനെന്ന് തന്നെ പറയും. അതുണ്ട് ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് 20 രൂപ കണ്ടാണ്. ഇത് പിന്നെ ഫെറോറോ റോസ്റ്റർ ഉണ്ടല്ലോ, ആ ചോക്ലേറ്റിൻ്റെ ബാലൻസിലെ ഞങ്ങളിവിടെ തുണ്ടം എന്നൊക്കെ പറയും. അപ്പം മീനിൻ്റെ പീസ് കുറവായതുകൊണ്ട് അധികം എടുത്തില്ല. അതിനെ അവർക്ക് ചോറ് കഴിക്കണവർക്ക് തന്നെയില്ലെങ്കിലോ അധികാരം കഴിക്കാനുമില്ല. എല്ലാവരും ഏകദേശം കഴിച്ചായിരുന്നു. ചായ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇന്ന് അധികം ചായ കുടിച്ചില്ല, എഡിറ്റിങ് കാര്യങ്ങളുമായിട്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞാവായിട്ട് കുറച്ച് നേരം ചേച്ചിയുടെ കുഞ്ഞാവായിട്ട് കളിച്ചുകൊണ്ട് വന്നു. ഒരു പഴം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല പഴുത്ത പഴമായിട്ട് ഒരെണ്ണം എടുത്തു. ഇതിൻ്റെ കൂടെ കഴിക്കില്ല, അല്ലാതെ കഴിക്കും. പക്ഷേ ഞാൻ പണ്ട് പഴം ഈ കറികളുടെ കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ. പണ്ട് എനിക്കതിൻ്റെ ശീലം ഇടയ്ക്കുണ്ടായിരുന്നു, കുഞ്ഞിൽ 2ലും 3ലും ഒക്കെ പഠിക്കുമ്പോൾ. അതായത് പുട്ട് സാമ്പാർ കഴിക്കും, അതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ പഴമൊക്കെ കഴിക്കും. പുട്ട് സാമ്പാറും അച്ചാറും കൂടെയൊക്കെ ഞാൻ കഴിക്കും, ഗോതമ്പ് പുട്ട്. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് എൻ്റെ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, വെള്ളച്ചമ്മന്തി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്താന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കണ്ടില്ല, ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ അത് കഴിച്ചു, കുറച്ചേ കഴിച്ചുള്ളൂ, എനിക്ക് ഒരുപാട് കഴിക്കാൻ തോന്നിയില്ല. ഇന്ന് നമ്മളിങ്ങനെ സാധാരണ കടു വറുക്കുമ്പോൾ അതിൽ ചമ്മന്തി ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുക. ജസ്റ്റ് ഒരുപാട് ചൂടാക്കി അത് കുളമായി പോകും. ചേച്ചി ഇന്ന് ഉണ്ടാക്കിയപ്പോഴത്തേ അത് ചൂടാക്കാതെ കടു വറുത്തിട്ട് അതിലേക്ക് എന്നെ ഒഴിച്ച് തേങ്ങ അരച്ചിട്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ ഉണ്ടാക്കി നോക്കണം, അപ്പോൾ ശരിയായാലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിക്കും. ഇപ്പോൾ സമയം അത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. ഇപ്പോൾ സമയം ഒരു 3:32. ഇത് മുളകിട്ട് വെച്ച മീൻ കറി, കുഴിയാള മീനാണെന്ന് തോന്നുന്നു. ഇത് സാമ്പാർ, ഇത് അവിയൽ നല്ല മണം വരുന്നുണ്ട്. സാധാരണ എനിക്ക് അത്ര അവിയൽ ഇഷ്ടമല്ല, നല്ല ഹെൽത്തിന് നല്ലതായതുകൊണ്ട് ഞാൻ കഴിക്കും. ഇത് പൊരിച്ച മീനെന്ന് തന്നെ പറയും. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുഞ്ഞാവുണ്ട്, ചേച്ചിയുടെ കുഞ്ഞാവ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വീണ്ടും വരണത് വായിൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ കഴിച്ചിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇരുണ്ടു, പെട്ടെന്ന് മഴ പെയ്തു. ഞാനിങ്ങനെ മഴയാണ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ന്യൂസിലൊന്നും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ പോയപ്പോഴാണ് അമ്മ പറയണത്, ചേച്ചി ഇന്നലെ പറയാനായിട്ട് ന്യൂസിൽ പറഞ്ഞ് മഴയുണ്ടെന്ന് ഇനി 2-3 ദിവസം. ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ മഴയില്ലാന്ന് കരുതി ഇന്നലെ നനച്ചിട്ട ബെഡ്ഷീറ്റ് ഇന്ന് എടുക്കാൻ പറ്റുമായിരുന്നു, ഞാൻ എടുത്തില്ല. എന്നിട്ട് ചെറിയ ചാറ്റൽ മഴ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച അതിനിപ്പോൾ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയിട്ട് വൈകിട്ട് എടുക്കാമെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ നല്ല മഴ തുടങ്ങിയത്. അതോടുകൂടി അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴയാണ്, എന്നാലും മഴയുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് മഴയുള്ളതുകൊണ്ട് ഇന്നത് ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഉണങ്ങിക്കിടന്ന ബെഡ്ഷീറ്റുകളായിരുന്നു, കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സ് കുഴപ്പമില്ല, ബെഡ്ഷീറ്റ് ഒരെണ്ണം കൂടി ഇനി കഴുകിയിട്ടതുള്ളൂ. അപ്പോൾ അത് മുകളിൽ നന്നായിട്ട് ഉണങ്ങി കിടന്നതായിരുന്നു, അതെടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എഡിറ്റൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് അങ്ങനെ ജോലിയൊന്നും ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. കാരണം അമ്മയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസ് ഇങ്ങനെ ഡംപ് ചെയ്ത് കിടപ്പുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടില്ല. ഈ സ്റ്റോറേജ് ഒട്ടും ഇല്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തെങ്കിലും വെച്ചില്ലെങ്കിൽ സ്റ്റോറേജ് തികയില്ല. കുറച്ച് ദിവസത്തെ ലീവ് തരണം അടുക്കള ജോലിയിൽ നിന്ന്. അപ്പോൾ അത് അമ്മ സമ്മതിച്ചതാണ്. എന്നാലും എന്തെങ്കിലും അത്യാവശ്യം സാധാരണ ഇങ്ങനെ സമ്മതിച്ച് കഴിഞ്ഞാലും അമ്മ ഞാൻ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കലിപ്പായിട്ട് നിൽക്കും, കാരണം ജോലിയാണല്ലോ. അപ്പോൾ കെറുവിച്ച് നിൽക്കുമെന്ന് പറയും. ഇവിടെ അങ്ങനെയൊന്നും പറയാറില്ല, ഞാൻ ഇങ്ങനെ എല്ലാം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. ആക്ച്വലി ദേഷ്യപ്പെട്ട് നിൽക്കും, ചെറുതായിട്ടൊന്നും പറയൂല. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കയറി എന്തെങ്കിലും ചെയ്യില്ല, വൈകിട്ട് പോയി കാപ്പി ഉണ്ടാക്കി പാത്രം കഴുകി അങ്ങനെയൊക്കെ വയ്ക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കുറേ അമ്മയെ അധികം സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം, 2 ദിവസമൊക്കെ മുന്നേ. അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് വയ്യാതെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല, അമ്മയ്ക്ക് തോന്നിയതാണോ എന്തോ ഇനി അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഇന്ന് ആദ്യത്തെ ദിവസമാണ്, കുറച്ച് ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. വേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ അമ്മ രാവിലെ തൊട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ എന്തോ ഒരു കഷ്ടപ്പാടാണ്. നമ്മളെയൊക്കെ പ്രത്യേകിച്ച് ഫുഡെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം വേണം. അവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തു, ഒരു ദിവസം പോലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കാനും തോന്നുന്നില്ല. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം അങ്ങ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പോയിട്ട് കുറേ ദിവസം ഞാൻ കൂടുതൽ ജോലി ചെയ്തിട്ട് അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് അധികം കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അമ്മ അങ്ങനെ ചുമ്മാ ഇരിക്കാറില്ല, തീരെ വയ്യ എനിക്ക് മാത്രമേ അമ്മ ചുമ്മാ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ അമ്മ മിക്ക സമയവും എന്തെങ്കിലും ജോലി അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ പണ്ട് ഓഫീസിൽ പോകുമായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ ഒരു ശീലമല്ലേ. അപ്പോൾ ഉറങ്ങണ വരെ അമ്മ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ശീലമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് യൂട്യൂബൊക്കെ പഠിച്ചതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ കാണും. വാട്സപ്പൊന്നും അത്രയ്ക്ക് അറിഞ്ഞുകൂടാ, താല്പര്യമില്ല അമ്മയ്ക്ക്.
യൂട്യൂബ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് അറിയാം നന്നായിട്ട് അമ്മ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. എന്നാലും ചില വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കിത്തരും. പഴംപൊരി അമ്മ അങ്ങനെ അധികം ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ ഉണ്ടാക്കി തന്നു. പിന്നെ വേറെയൊക്കെ അമ്മയ്ക്ക് അറിയാം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കും, ഞങ്ങളും ഉണ്ടാക്കും. ഇനി നാളെ വാഴയ്ക്കപ്പം പഴമുണ്ട്. ഓൺലൈനിൽ നിന്നും ഒരു കടയിൽ നിന്ന് രാമചന്ദ്രനിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്ക് പഴവും കൂടി വാങ്ങിച്ചു, വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചപ്പോൾ. അപ്പോൾ അത് പഴുത്ത് വരാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരുവിധം ഇന്ന് പഴുത്തു, എന്നാലും നല്ല പഴുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്കതാണ് ഇഷ്ടം, അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കുവാണ്. മിക്കവാറും നാളെ ഉണ്ടാക്കും. അമ്മ പറഞ്ഞു അമ്മയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് പാതി അമ്മ ഉണ്ടാക്കും, പാതി ഞാൻ ഉണ്ടാക്കാമെന്ന്. കാരണം അമ്മയ്ക്ക് ഷുഗറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക്കാണ്, അപ്പോൾ അതുകൊണ്ട് മധുരം കുറച്ച് അമ്മ ഉണ്ടാക്കും. അതുകൊണ്ടല്ല, നല്ല ടേസ്റ്റിൽ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അമ്മ. എനിക്കാണെങ്കിൽ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ പാതി ഉണ്ടാക്കും. എന്നിട്ട് ഏറ്റവും നല്ലത് ആരതാണോ അവർ ഇനി ഉണ്ടാക്കും. എല്ലാ പ്രാവശ്യവും അവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കും, ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. കഴിക്കട്ടെ, വിശക്കണ്. 15 രൂപയുടെ ഒരു പാക്കറ്റ് കേക്കുണ്ട്, അതുണ്ട്. ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് 20 രൂപയും കൊണ്ടാണ് അതായത്. പിന്നെ ഫെറോറോ റോസ്റ്റർ ഉണ്ടല്ലോ, ആ ചോക്ലേറ്റിൻ്റെ ബാലൻസ് 2 എണ്ണം. ഇത്രയും തട്ടിപ്പറക്കിയിട്ടിട്ടുണ്ട്. കഴിക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ രാത്രിയുള്ള ഡിന്നറാണ്. ദോശ 2 എണ്ണം, സാമ്പാർ, കുറച്ച് മീനിൻ്റെ അരപ്പ്. കാരണം അവിടെ പീസ് കുറവാണ്, അപ്പോൾ അത് മീനിൻ്റെ പീസേ, ഞങ്ങളിവിടെ തുണ്ടം എന്നൊക്കെ പറയും. അപ്പോൾ മീനിൻ്റെ പീസ് കുറവായതുകൊണ്ട് അധികം എടുത്തില്ല. അതിനെ അവർക്ക് ചോറ് കഴിക്കണവർക്ക് തന്നില്ലെങ്കിലോ, അധികാരം കഴിക്കാനും ഇല്ല, എല്ലാവരും ഏകദേശം കഴിച്ചായിരുന്നു. അപ്പോൾ ഇത് ദോശ, സാമ്പാർ, മീൻ കറി. ചായ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇന്ന് അധികം ചായ കുടിച്ചില്ല, എഡിറ്റിങ് കാര്യങ്ങളുമായിട്ട്. അതുകൊണ്ട് ഒരു ചായ കുഞ്ഞാവായിട്ട് കുറച്ച് നേരം ചേച്ചിയുടെ കുഞ്ഞാവായിട്ട് കളിച്ചുകൊണ്ട് വന്നു. ഒരു പഴം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, നല്ല പഴുത്ത പഴമായിട്ട് ഒരെണ്ണം എടുത്തു. ഇതിൻ്റെ കൂടെ കഴിക്കില്ല, അല്ലാതെ കഴിക്കും. പക്ഷേ ഞാൻ പണ്ട് പഴം ഈ കറികളുടെ കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ. പണ്ട് എനിക്കതിൻ്റെ ശീലം ഇടയ്ക്കുണ്ടായിരുന്നു, കുഞ്ഞിൽ 2ലും 3ലും ഒക്കെ പഠിക്കുമ്പോൾ. അതായത് പുട്ടും സാമ്പാറും കഴിക്കും, അതിൻ്റെ കൂടെ തന്നെ പഴമൊക്കെ കഴിക്കും. പുട്ടും സാമ്പാറും അച്ചാറും കൂടെയൊക്കെ ഞാൻ കഴിക്കും, ഗോതമ്പ് പുട്ട്. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ ഇരുന്നതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പോൾ വാങ്ങിയ ബിസ്ക്കറ്റ്. ഇതെൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ്, ജിൻജാം എന്നാണ് പേര്. അപ്പം ഒരു 8 എണ്ണമുള്ള പാക്കറ്റായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക് ഈ ബിസ്ക്കറ്റ് കേട്ടോ. ക്രീം ബിസ്ക്കറ്റൊക്കെയാണ് എനിക്കിഷ്ടം, അതിലുള്ള ഒരെണ്ണമാണ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ മണി 9 ആയി, 8:45